ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. കുറേ നാളായി അല്ലേ നല്ലൊരു കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ കാണിച്ചിട്ട്. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലും ഒക്കെ ആയിട്ട് അതിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അധികം കേക്കിൻ്റെ ഓർഡേഴ്സ് ഞാൻ എടുക്കാറില്ല. എടുത്ത് ചെയ്യുന്നത് പോലും എനിക്ക് ക്ഷമയോടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള ടൈമും ഉണ്ടാവാറില്ല. പക്ഷേ വെഡിങ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഒരെണ്ണം ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്, അതിൻ്റെ വാനില സ്പോഞ്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 തട്ടായിട്ടുള്ള വെഡിങ് കേക്കായിരുന്നു. അതിൽ ഏറ്റവും മുകളിലത്തെ തട്ട് മാത്രമാണ് കേക്ക് ഉണ്ടായിരുന്നത്. താഴത്തെയും നടുക്കത്തെയും തട്ട് ഡമ്മിയാണ്, അതായത് തെർമോക്കോളിൻ്റെ കേക്കിൻ്റെ ഷേപ്പിലുള്ള ഡമ്മി. 1ഉം 2ഉം ഡമ്മിയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെഡിങ് കേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ടുള്ള വീഡിയോ, അത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡമ്മിയുടെ മുകളിൽ കേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണണം. ഞാനത് കമൻറ്റ് സെക്ഷനിൽ ഞാനത് പിൻ ചെയ്തേക്കാമേ. ഇനിയിപ്പോൾ ഈ വെഡിങ് കേക്കിനെ പറ്റി പറയാം. ഞാൻ എല്ലാം ഫ്രോസ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല, വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഇത് സോക്ക് ചെയ്യുന്ന ഒന്നുമില്ല. ഈ കേക്ക് നിങ്ങൾ കണ്ടല്ലോ, സാധാരണ ഞാൻ പാലിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ടോ ഒക്കെ ആ കേക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യുന്നതാണ്. ഇത് ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിരുന്നു കേക്ക്. അത് തന്നെയല്ല, ഇച്ചിരി ദൂരം കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മേളിൽ വെക്കുമ്പോൾ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഓരോ നന്നായിട്ട് സ്റ്റിഫ് ചെയ്ത് വിപ്പിംഗ് ക്രീം ഒരേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ തട്ടിൻ്റെയും ഇടയ്ക്ക് വളരെ കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, തീരെ അങ്ങ് സൈഡിലോട്ട് ഞാൻ ആക്കിയിട്ടില്ല. അതിൻ്റെ ആ വിപ്പിംഗ് ക്രീം ഉള്ള ഭാഗം അത്രയും അങ്ങ് ആക്കിയിട്ടില്ല. കുറച്ചൊരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ സ്ട്രോബെറി ക്രഷ് ഒഴിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാം. പക്ഷേ അതൊക്കെ ഇത്രയും ദൂരം കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചിലപ്പം ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് മാത്രം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഓരോ തട്ടായിട്ട് കേക്ക് അങ്ങ് വെക്കുന്നത് കേട്ടോ. നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കാം. ആ ടേസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കുമായിട്ട് ചേരുന്ന ഏത് ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാം. സാധാരണ എല്ലാവരും വെക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സ്ട്രോബെറി ക്രഷോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയുടെ ക്രഷോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റോ മിൽക്ക് മെയ്ഡോ എന്തെങ്കിലും. അല്ല, നമുക്ക് ഇതിൽ കൂടിയത് നന്നായിട്ട് പൈസ മേടിക്കാൻ പറ്റും, അല്ല നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ചിലവ് തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ, ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പെൻസീവായിട്ടുള്ള ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതേ കണ്ടല്ലോ, നമ്മുടെ 2 ഡമ്മിയും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു കേക്ക് ഉണ്ടല്ലോ, ടോപ്പ് ടീർ, അത് ഫ്രിഡ്ജിലൊരു 4-5 മണിക്കൂർ നന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. എന്നിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് സൂക്ഷിച്ച് ഇതിൻ്റെ മുകളിലോട്ട് എടുത്തിട്ട് പെതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമായിരുന്നേ. കാരണം നമ്മൾ ആ ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിരുന്നല്ലോ, അതിലോട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, 3 സ്റ്റിക്ക് കണ്ടല്ലോ, അത് ബാംബൂ സ്റ്റിക്കാണേ. അത് ആ മുകളിലത്തെ കേക്കിൻ്റെ ആ ഒരു ഹൈറ്റിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് കുറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് കുറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ 3 ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് ഈ കേക്കിൻ്റെ തട്ടുകളുണ്ടല്ലോ, 5 തട്ടാണുള്ളത്, അതിനെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് 3 ഭാഗത്തായിട്ട് കുത്തി കൊടുക്കുകയാണേ. നിങ്ങൾക്കറിയാലോ, ഈ കേക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നവർക്കറിയാം, പ്രത്യേകിച്ചും ഇതുപോലെ 2 ടീറും 3 ടീറും ഒക്കെ കേക്ക് ആണെന്നുണ്ടെങ്കിൽ വെഡിങ് കേക്ക് കൊണ്ടുപോകുമ്പോൾ നല്ല ടെൻഷനാണ്. നമ്മുടെ റോഡിലൊക്കെ കുഴിയുള്ളത് കൊണ്ട് വളരെ പെരിയെ വേണം കൊണ്ടുപോകാനായിട്ട്, നല്ല റിസ്ക്കാണ്. ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് മൊത്തമായിട്ട് എനിക്ക് ചിലവായത് 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ മുകളിലത്തെ 2 ഞാൻ വളരെ ചെറിയ ഒരു ഡ്രോപ്പ് ലെമൺ യെല്ലോ കളർ ജെൽ കളർ ഒഴിച്ചിട്ട്, ഫുഡ് കളറാണ് ഒഴിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തപ്പോൾ ലൈറ്റ് ക്രീം കളറായി. അവർ പിന്നെ പറഞ്ഞിരുന്നത് പീച്ച് കളറാണ്. അപ്പോൾ പീച്ച് കളർ കിട്ടാനായിട്ട് ചെയ്തത് ഞാൻ ചെറിയ ഒരു ഡ്രോപ്പ് റെഡ്, സൂപ്പർ റെഡിൻ്റെ ജെൽ കളറും ചെറിയ ഒരു ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഈ ലെമൺ യെല്ലോ തന്നെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ആ ഒരു പീച്ച് കളർ കിട്ടി. പീച്ച് കളർ വളരെ ലൈറ്റായിട്ട് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചേ നിങ്ങൾ ചേർക്കാവുള്ളേ. ഒരു ടൂത്ത് പിക്കിൻ്റെ അറ്റത്തോ വല്ലതും എടുത്തിട്ട് നിങ്ങൾ അതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അത്രയും തന്നെ യെല്ലോ കളർ മിക്സ് ചെയ്യുക. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നോക്കിയിട്ട് കളർ പോരെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ചേർക്കാവുള്ളേ. കാരണം ജെൽ കളർ വളരെ കുറച്ച് മതി, വളരെ നന്നായിട്ട് കളർ കിട്ടും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ ആ ഒരു ചെറിയ പാലറ്റ് നൈഫ് ഇട്ടിട്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. അതാണ് തുടക്കക്കാർക്ക് ഏറ്റവും പറ്റിയ ഡിസൈനാണിത് കേട്ടോ.
ഇതുപോലെ ചെറിയ പാലറ്റ് നൈഫോ വലിയ പാലറ്റ് നൈഫോ ഇട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലിക്കോൺ ബ്രഷ് ഉണ്ടല്ലോ, സിലിക്കോൺ ബ്രഷ് ഇട്ടാണ് ഞാൻ ഏറ്റവും മുകളിലത്തെ ടയർ കൊടുക്കുന്നത്. പക്ഷേ എനിക്കത് എടുത്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഇത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പാലറ്റ് നൈഫ് ഇട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്ത് നന്നായിട്ടൊന്ന് ലെവലാക്കിയ ശേഷം ഇതുപോലെ തന്നെ സിലിക്കോൺ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മളങ്ങ് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ ആയിരിക്കും, നല്ല ഫിനിഷിങ് കിട്ടും. ഇപ്പോൾ താഴത്തെ ആ ഒരു തട്ട് ഏതാണ്ട് പൂർത്തിയായി. നമുക്കിനിയും രണ്ടാമത്തെ ടയറും ടോപ്പ് ടയറുമാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന മിക്കവർക്കും അറിയാമായിരിക്കും, ഞാൻ ഒരു US ട്രിപ്പിലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയുമായിട്ട് പോയ പല സ്ഥലങ്ങളെ പറ്റിയുള്ള വീഡിയോയും പിന്നെ അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ ആരാണെന്ന് അറിയത്തില്ലായിരുന്നല്ലോ എൻ്റെ പേരല്ലാതെ. അപ്പം എൻ്റെ യൂട്യൂബ് ജേർണിയെ പറ്റിയുള്ള ഒരു വീഡിയോയും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ പോയി കാണണേ. പിന്നെ വേറെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എനിക്ക് 1-2 ആഴ്ച ഒന്ന് സാവകാശം തരണേ. കാരണം ഞാൻ തിരിച്ച് വന്നിട്ട് കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ വീഡിയോ എടുക്കാനുള്ള ആ ഒരു സാവകാശം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് നാളും കൂടെ ഞാൻ ഷോർട്സ് ആയിരിക്കും കൂടുതലിടുന്നത്. കുറച്ച് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ് കുറച്ചധികമായി കഴിയുമ്പോഴേക്കും ഞാൻ കുക്കിംഗ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനുള്ളൊരു സാവകാശവും അതിനുള്ള ക്ഷമ, എഡിറ്റ് ചെയ്യാനുള്ള സമയം വേണം, വോയിസ് കൊടുക്കാനുള്ള സമയം വേണം. അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഷോർട്സ് ഇടുന്നത്. ഒരു 1-1.5 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ പഴയതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോ കൂടുതലായിട്ട് ഇടാൻ തുടങ്ങാം. പക്ഷേ എന്നാലും ഞാൻ ഇനിയും പഴയതിനേക്കാട്ടിലും കുറച്ചുകൂടെ ഷോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കുറേ കൂടി ഒന്ന് റീച്ച് ആവട്ടെ എന്ന് ഓർത്തു. കാരണം പലരും പറയുന്നുണ്ട്, യൂട്യൂബിനെ പറ്റി അറിയാവുന്ന പലരും പറയുന്നു, ഇപ്പോൾ വലിയ വീഡിയോ ഇടുന്നവരെക്കാട്ടിൽ കുറച്ചുകൂടെ പെട്ടെന്ന് റീച്ച് ആവാൻ ചാൻസ് കൊച്ചു വീഡിയോ നല്ലതിടാമെന്നുണ്ടെങ്കിൽ അതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്തു ഈ വലിയ വീഡിയോയ്ക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് കുറച്ച് നല്ല ഷോർട്സുകളും കൂടി ക്രിയേറ്റ് ചെയ്തിടാമെന്ന് ഓർക്കുക. അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഇത് 3 മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇനിയിപ്പം ഇടാൻ പോകുന്നത്. കുറച്ച് ട്രാവലിംഗ് വീഡിയോയും കുറച്ച് വലിയ വീഡിയോയും കുറച്ച് ഷോർട്ട് വീഡിയോസും എല്ലാം കൂടെ. ഇപ്പം നമ്മുടെ കേക്ക് മുഴുവൻ ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല കോമ്പിനേഷൻ അല്ലേ? അവർ സാമ്പിളായിട്ടൊരു ഫോട്ടോ തന്നിരുന്നു. അതിലും പീച്ചും ഓഫ് വൈറ്റുമായിരുന്നു കേക്കിൻ്റെ കളറ്. അതുപോലെ തന്നെയായിരുന്നു ഫ്ലവേഴ്സും, പീച്ചും പിങ്കും ഓഫ് വൈറ്റും കൂടെ ഫ്ലവേഴ്സായിരുന്നു. ഫ്ലവേഴ്സൊക്കെ വേറെ തരമായിരുന്നു. ലീവ്സ് ആണെന്നുണ്ടെങ്കിലും വേറെ രീതിയിലായിരുന്നു. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ സ്ഥലത്തും കിട്ടുന്ന ഫ്ലവേഴ്സിന് വ്യത്യാസമുണ്ട്, ഓരോ ഷോപ്പിലും കിട്ടുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ കുറച്ച് കൂടുതൽ ഞാൻ എപ്പോഴും കരുതി വയ്ക്കും. പിന്നെ ലീവ്സ് ആണെന്നുണ്ടെങ്കിലും ചെറിയ റൗണ്ട് ലീവ്സ് ആയിരുന്നു. പക്ഷേ അതിനെക്കാട്ടി കുറേ കൂടെ ഭംഗി എനിക്ക് തോന്നിച്ചത് ഈ ഒരു തരം ലീവ്സ് വെക്കുമ്പോഴാണ്. ഈ ഫ്ലവേഴ്സും ലീവ്സും എല്ലാം ആർട്ടിഫിഷ്യലാണ്. ഇപ്പോൾ 3 ടയറിലും അവർ കാണിച്ചതുപോലെ തന്നെ അതേ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരൊരിക്കലും വാശി പിടിക്കില്ല, ഇതുപോലെ തന്നെ വേണമെന്ന് പറയില്ല. അവർ പർട്ടിക്കുലറായിട്ട് പറയുന്നത് കളർ കോമ്പിനേഷന്, ഫ്ലവേഴ്സിൻ്റെ കളർ കോമ്പിനേഷനും കേക്കിൻ്റെ കളർ കോമ്പിനേഷനും മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു പ്രീ വെഡിങ് റിസപ്ഷൻ ആയിരുന്നു കേട്ടോ. അതിന് അനുയോജ്യമായിട്ടുള്ള ടോപ്പറുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള കുക്കിംഗ് റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. ഒരുപാട് കേക്കിൻ്റെ റെസിപ്പികളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്